മഴ ശക്തമായ ലേപ്പാറ ടൗണിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ടൗണിൽ ഒരു ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകാൻ ഓടകളുണ്ടെങ്കിലും ഇവയെല്ലാം അടഞ്ഞതാണ് വെള്ളം റോഡിലൂടെ കയറി ഒഴുകുവാൻ കാരണം. ഏലപ്പാറ ടൗണിലെ ഓടകളിലൂടെയാണ് വ്യാപാര സ്ഥാപനങ്ങളിലടക്കം മലിനജലം ഒഴുകിപ്പോകുന്നത്. ശക്തമായ മഴ പെയ്താൽ ഈ സമയത്ത് ഓടകളെല്ലാം നിറഞ്ഞ റോഡിലൂടെ ഈ വെള്ളം കയറി ഒഴുകുകയാണ്. ഇത് സാംക്രമിക രോഗഭീഷണിയും സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മഴ ശക്തമായി പെയ്താൽ ഏലപ്പാറ ടൗണിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത്. ഏലപ്പാറ കുട്ടിക്കാനം റോഡിൽ നിന്നും താഴേക്ക് ഒഴുകിയെത്തുന്ന മുഴുവൻ വെള്ളവും ടൗണിലെത്തി ബസ് സ്റ്റാൻഡിനും പരിസരത്തുമായി വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ് പ്രദേശത്തെ വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ബസ് കാത്തു നിൽക്കുന്ന ആളുകൾക്കും ഉണ്ടാക്കുന്നത്. കൂടാതെ ഏലപ്പാറ ടൗണിലെ ഓടകളിലൂടെയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കം മലിനജലം ഒഴുകി പോകുന്നതും. ശക്തമായ മഴ പെയ്ത സമയത്ത് ഈ ഓടകളെല്ലാം നിറഞ്ഞ് റോഡിലൂടെ ഈ വെള്ളം കയറി ഒഴുകുകയാണ്. ഇത് സാംക്രമിക രോഗ ഭീഷണി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. ടൗണിലെ ഈ ഓടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഓടകളിനകത്ത് വേസ്റ്റുകൾ വന്ന് അത് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഈ വെള്ളം കംപ്ലീറ്റ് റോഡിലൂടെയാണ് ഒഴുകുന്നത്. ഈ വെള്ളം ഒഴുകി ഈ റോഡിൽ വന്നിട്ട് ഇത് പല പല മാരകമായ രോഗങ്ങൾക്കും ഒക്കെ ജനങ്ങള് ബുദ്ധിമുട്ടുന്നു. അതുപോലെ തന്നെ ഇത് കടകളിലെല്ലാം ഈ വെള്ളം ഇരച്ചു കയറുകയും കടകളില് കഴിഞ്ഞ വർഷം നടന്നതുപോലെ പല കടകളിലും വെള്ളം കയറുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് PWD ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഈ ഓടകൾ ക്ലിയർ ആക്കുകയും ഓടയിലെ വേസ്റ്റ് മാറ്റുകയും ചെയ്യണമെന്ന്. അതിശക്തമായ മഴ പെയ്യുന്ന സമയത്ത് വലിയ രീതിയിലാണ് മഴവെള്ളം ഒഴുകി ടൗണിലേക്ക് എത്തുന്നത്. ഇതോടൊപ്പം ചെളിയും മറ്റു മാലിന്യങ്ങളടക്കം ഒഴുകി ഇവിടേക്ക് എത്തും. വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലടക്കം ചെളികൾ വന്ന് അടിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. ടൗണിന്റെ പരിസരത്ത് ഓടകൾ ശുചീകരിക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നതാണ്. എന്നാൽ നടപടി മാത്രം ഉണ്ടാകുന്നില്ല. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.